എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മറുപടി എന്താണ്? തട്ടിമുട്ടി അങ്ങനെ പോകുന്നു. നാം ഓരോരുത്തരും ദൈവഭയമുള്ളവരും ഭക്തരും ജീവിതത്തിൽ പരമാവധി ആരാധനകളിൽ ഏർപ്പെടുന്നവരും ഒക്കെയാണ്. എന്നിട്ടും നമ്മുടെ ആ മറുപടിയിൽ എവിടെയോ ഒരു താളപ്പിഴയില്ലേ? തട്ടിമുട്ടി അങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു നിരാശാബോധം, ഒരു അസംതൃപ്തി നമ്മുടെ മനസ്സുകളിൽ വല്ലാതെ നിഴലിക്കും പോലെയുണ്ട്. അതേ സമയത്ത് നാം നമസ്കരിക്കുന്നവരാണ്, നിരന്തരം അള്ളാഹുവോട്, പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സുകൾ അസംതൃപ്തമാവുന്നത്? നാം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ആരാധനാലയങ്ങൾ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ ഭക്തന്മാരുടെ എണ്ണവും വല്ലാതെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഭക്തിയെക്കുറിച്ചും ആരാധനാ കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പ്രഭാഷണങ്ങളും ധാരാളമാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സുകൾ അസംതൃപ്തമാവുന്നത്? തീർച്ചയായും ഇത് ഏത് മനുഷ്യനെയും ബാധിക്കുന്നൊരു വിഷയമാണ്. സാധാരണക്കാരനായാലും, ഇനി വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്നവരായാലും, നേതാക്കളായാലും, ഭരണാധികാരികളായാലും, ഉദ്യോഗസ്ഥരായാലും, കച്ചവടക്കാരായാലും, കർഷകരായാലും, ഇനി തികച്ചും കൂലിപ്പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സാധാരണ ആളുകളായാലും, എല്ലാവരുടെയും മനസ്സുകളിൽ ഇങ്ങനെയൊരു അസ്വസ്ഥത പലപ്പോഴും കടന്നു വരുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ പടച്ചതമ്പുരാൻ സ്വീകരിക്കുന്നില്ലേ? നമ്മെ അവൻ കൈവിട്ട് കളഞ്ഞോ? എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി നൽകാത്തത്? എൻ്റെ സങ്കടങ്ങൾ എന്താണ് അവൻ നിവർത്തിക്കാത്തത്? എന്താണ് അവൻ എന്നെ വാരിപ്പുണരാത്തത്, എന്നെ ആശ്വസിപ്പിക്കാത്തത്? ഇങ്ങനെ അസ്വസ്ഥരാവാത്ത ആരും ഉണ്ടാവില്ല. എവിടെയായിരിക്കും യഥാർത്ഥത്തിൽ കുഴപ്പം സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിനാണോ? അതല്ല ദൈവികമായി നമുക്ക് ലഭിച്ച ആരാധനാ കർമ്മങ്ങൾക്കാണോ? പ്രവാചകന്മാരിലൂടെ ലഭിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്കാണോ? അതുമല്ല നമ്മുടെ ജീവിത ശൈലിക്കാണോ? എവിടെയാണ് കുഴപ്പം? ഇത് തീർച്ചയായും നാം തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ്. ഇവിടെയാണ് ഇസ്ലാമിലെ അടിസ്ഥാന ആരാധനാ കർമ്മമായ നമസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ട് നാം ഒരു ആത്മവിചാരണയ്ക്ക്, ഒരു പരിശോധനയ്ക്ക് സന്നദ്ധരാവുന്നത്. സ്വയം ആലോചിച്ച് നോക്കാം. ഞാൻ 5 നേരം നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം നന്നാവാത്തത്? എൻ്റെ ശീലങ്ങൾ, തെറ്റായ ശീലങ്ങളിൽ നിന്ന് നന്മയിലേക്ക് മുന്നേറുവാൻ എനിക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നാം കാണേണ്ടിയിരിക്കുന്നു. യാന്ത്രികമായി കുറേ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുക എന്നത് ഒരിക്കലും പ്രശ്നപരിഹാരമല്ല. മറിച്ച് മർമ്മത്തിൽ കൊള്ളുന്ന, ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന തരത്തിലുള്ള കർമ്മങ്ങളാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയുള്ളൂ. അതിനാൽ നാം അല്പനേരം ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഈ സങ്കടങ്ങൾ പങ്കുവെക്കുവാൻ, ആവലാതികൾ പരിഹരിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു സംവിധാനം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അഥവാ ഒത്തുചേർന്നുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, സ്വർഗത്തിൻ്റെ വഴിയിൽ മുന്നേറുവാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം. നമ്മുടെ ഈ ജീവിതം നമുക്ക് സംതൃപ്തിദായകവും സന്തോഷപൂർണവുമാക്കണം. അത് കുറ്റബോധങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മുക്തമാവണം. അതേപോലെ തന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ശാശ്വതമായ സ്വർഗത്തിലെത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കേണ്ടതുമുണ്ട്. അതിനാൽ അല്പനേരം നമുക്ക് ഒന്നിച്ചിരുന്ന് ഇത്തരം ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. പടച്ചതമ്പുരാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്? ഉത്തരം പറയാൻ പ്രയാസമായിരിക്കും. കാരണം അത്രയേറെ തവണ
ഞാൻ എന്ന് നാം ചേർത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ ഇങ്ങനെ പറഞ്ഞു. നിരന്തരം നാം ആവർത്തിച്ച് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാൻ. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചത് ആരെന്നറിയാം? ഇബ്ലീസാണ്, അഥവാ ശൈത്താൻ അല്ലെങ്കിൽ പിശാച്. വിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രമാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന് മുമ്പിൽ സുജൂദ് ചെയ്യുവാൻ, മനുഷ്യന് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുവാൻ ഉപരിലോകത്തെ മാലാഖമാരോടും സൃഷ്ടിജാലങ്ങളോടും എല്ലാം കൽപ്പിച്ചു. അപ്പോൾ ഇബ്ലീസ് അഥവാ പിശാച് മാത്രം മറുപടി പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യില്ല. അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, ഞാൻ മനുഷ്യനേക്കാൾ ഉത്തമനാണ്. ഖലഖ്തനി മിൻ നാർ, എന്നെ നീ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. വ ഖലഖ്തഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അപ്പം ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ നാം ഉപയോഗിക്കുന്ന ഞാനല്ല. അതിനും അപ്പുറം ഉണ്ടല്ലോ, ഞാൻ ആരാണെന്നറിയോ എന്ന രൂപത്തിലുള്ള നമ്മുടെ സംസാര ശൈലിയും അഹം ഭാവവും ആണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം യഥാർത്ഥത്തിൽ അത്രമാത്രം ഞാൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കാൻ മാത്രം നാം ആരെങ്കിലും ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമല്ല, അല്ലേ? ഞാൻ എൻ്റേത് എന്ന് നാം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു നമ്മോട് ചോദിച്ചെന്നിരിക്കട്ടെ, കണ്ണ് നിൻ്റേതാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ണുകൾക്ക് ഇനി മുതൽ നീ തന്നെ കാഴ്ച നൽകും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ അർത്ഥം? ഞാൻ അന്ധനായി എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ണുകൊണ്ട് അനാവശ്യമൊന്നും കാണരുത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയാറില്ലേ, എൻ്റെ കണ്ണുകൊണ്ട് എന്ത് കാണണമെന്ന് ഞാൻ തീരുമാനിച്ചോളും, നീ ആരാ അത് പറയാൻ? ഇവിടെയാണ് ഈ വാക്കിൻ്റെ പ്രസക്തി. നിൻ്റെ കണ്ണ് നിൻ്റേതാണെങ്കിൽ ആ കണ്ണിന് നീ തന്നെ കാഴ്ച നൽകൂ എന്ന് അള്ളാഹു പറഞ്ഞാൽ ഞാൻ അന്ധനായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ശരീരം നിൻ്റേതാണെങ്കിൽ ശരീരത്തിന് നീ തന്നെ ചലനശേഷി നൽകൂ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയൊന്നും നമ്മൾ ആലോചിക്കാറില്ല. ഞാനും എൻ്റേതും എന്ന നിലക്ക് നമ്മുടെ ലോകവും ജീവിതവും വല്ലാതെ പരിമിതപ്പെട്ടു പോകുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരം ഐ എന്ന അക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇംഗ്ലീഷ് ഭാഷയിലെ ഐ എന്ന അക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് കുത്തനെ നിൽക്കാൻ, ഞാൻ ഐ, ഞാൻ എന്ന രൂപത്തിൽ തന്നെ. ഞാൻ ആരുടെ മുമ്പിലും തലകുനിക്കില്ല, ഞാൻ ആരുടെ മുമ്പിലും മുട്ടുമടക്കുകയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാ ജീവികളും ജന്മനാ തന്നെ ഭൂമിക്ക് സമാന്തരമായാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷി പറക്കുന്നത് ഇങ്ങനെയാണ്, മൃഗങ്ങൾ സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ്, അതേപോലെ ഇഴജന്തുക്കൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, മത്സ്യങ്ങൾ നീന്തുന്നത് ഇങ്ങനെയാണ്, എല്ലാം ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ അവ അവയുടെ സൃഷ്ടാവിന് കീഴ്പ്പെട്ട അവസ്ഥയിലാണ്, സുജൂദിലാണ് എന്ന് പറയാം. എന്നാൽ മനുഷ്യൻ ജന്മന ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളെല്ലാം കുത്തനെ നിൽക്കുന്ന ജീവി മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തല ആരുടെ മുമ്പിൽ ഞാൻ കുനിക്കില്ല. ശരിയാണ്, മറ്റാരുടെ മുമ്പിലും നീ തല കുനിക്കരുത്. പക്ഷേ ഒരുവൻ്റെ മുമ്പിൽ, നിന്നെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ, പടച്ചവൻ്റെ മുമ്പിൽ നിൻ്റെ തല കുനിച്ചേ പറ്റൂ. ഇതാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ ഒരു ലക്ഷ്യം. അഹംഭാവം എന്ന നമ്മുടെ അകത്തെ അഹങ്കാരത്തെ പൂർണ്ണമായും കളയുക. അങ്ങനെ തന്നെ കൽപ്പിക്കുന്നു. എന്നിട്ട് അഖിം, നീ നിൽക്കൂ, നേരെ നിൽക്കൂ. എന്നിട്ട് വർക്കാവൂ, നീ റുക്കൂ ചെയ്യൂ, കൽപ്പനയാണ്. വസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യൂ, നിൽക്ക്, കുനിയ്, ഇനി കുമ്പിടൂ. ഇങ്ങനെ നിരന്തരമായ കൽപ്പനകൾ. ഈ കൽപ്പനകൾക്ക് മുമ്പിൽ അടിമകളായ നമുക്ക് വഴിപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. ഞാൻ ഒന്നുമല്ല,
പടച്ചവനെ നീ മാത്രമാണ് യാഥാർത്ഥ്യം, നീ മാത്രമാണ് സത്യം. ആ നിലക്ക് അടിമ ഉടമയെ പ്രാപിക്കുകയും ഉടമയിൽ പരിപൂർണമായി അലിഞ്ഞു ചേർന്ന് വിലയം പ്രാപിച്ച് സ്വയം ഇല്ലാതെയാവുകയും ചെയ്യുന്ന അനുഭൂതിദായകമായ സവിശേഷമായ ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ് നമസ്കാരം. നമസ്കാരത്തെ അങ്ങനെ സമീപിക്കുമ്പോഴാണ് അതിൻ്റെ പരിപൂർണമായ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്.